ഇതെന്താ ആങ്ങളെയും പെങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നേ? ചേച്ചി അനിയനെയും അനിയൻ ചേച്ചിയെയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല ഇന്ദ്രേച്ചി, ഇവിടെ വരാറുണ്ടെന്ന് ഇവ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ചേച്ചിയും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ. ആ, അത് നിങ്ങളുടെ വിശ്വസ്തത. മറ്റൊന്ന് എന്റെ സംഘാടക മികവ്. നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും ആവശ്യമുണ്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ എല്ലാ നീക്കങ്ങളിലും നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കണം. ഞാനും എന്റെ ചേച്ചിയും ഒരിക്കലും ഇന്ദ്രേച്ചിയെ ചതിക്കില്ല. അത് ഇന്ദ്രേച്ചിക്ക് വിശ്വസിക്കാം. ഞാൻ നിങ്ങളെ ചതിച്ചാലല്ലേ നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ പറ്റൂ? ഞാൻ നിങ്ങളെ ചതിക്കില്ലല്ലോ. മാത്രമല്ല, നമ്മൾ 3 പേരും കൂടി നിന്നാ നമുക്ക് പലതും നേടാം. ചെമ്പകമംഗലം വരെ നമ്മുടെ കയ്യിലിരിക്കും. ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഇവനെ കാണാൻ പറ്റി. അതെന്തായാലും നന്നായി. എനിക്ക് ഇവനോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. പറ മാലതി. പരദൂഷണം കേൾക്കാൻ നമുക്കെല്ലാവർക്കും വലിയ താല്പര്യമാണല്ലോ. പറ, കേൾക്കട്ടെ. ചെമ്പകമംഗലത്തെ ജയറാമിന് ഒരു പുതിയ പ്രണയം പൊട്ടിമുളച്ചിരിക്കുക. അതാരുമായിട്ട്? വേലക്കാരി മായമ്മയായിട്ട്. ആ നന്ദിനിയെ കെട്ടിയെടുത്ത ഉടനെ പ്രേമോ? അതിന് നന്ദിനി ഒരു രോഗിയായില്ലേ? ദൈവമേ, ഈ ചെമ്പകമംഗലം ജയറാമൻ ഇതാരാ? കാമദേവനോ? ആ, അതിരിക്കട്ടെ. ഒന്ന് വിശദീകരിച്ച് പറയേച്ചി. പറയാം. അല്ല, ഇയാളൊരു കീചകനാണല്ലോ. ഇത് വെച്ച് ഞാനൊരു വാരിക്കുഴി ഒരുക്കും. മറ്റൊരു കാര്യം കൂടി ഉണ്ടായി ഇന്ദ്രേച്ചി. അതെന്താ? ഇത്രയും ബന്ധമായ സ്ഥിതിക്ക് ഇത് അവള് ജയറാമിനോട് പറയോന്നാ എന്റെ ഡൗട്ട്. നീ ധൈര്യമായി നിൽക്ക് മാലതി. നിങ്ങക്ക് ഞാനില്ലേ? നീ കൊണ്ടുവന്ന് തന്ന ഈ ന്യൂസ് ഇന്ദ്രജയ്ക്ക് ബോംബാ. ഈ ബോംബിട്ട് ചെമ്പകമംഗലം ഞാൻ തകർക്കും. ഇതെന്റെ അടുത്ത ഓപ്പറേഷന്റെ പ്രധാന പോയിന്റ്. എന്റെ അനുജത്തി മാധുരിയെ കൊന്നവനോട് പകരം വീട്ടാനുള്ള ഒരു ബോംബ മാലതി നീ കൊണ്ടുവന്ന് തന്നത്. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ നീ വേണ്ടെന്ന് പറയരുത്. ഈ സന്തോഷത്തിന് നിനക്ക് എന്തെങ്കിലും തരാതെ ഞാൻ വിടില്ല. ഇത് വാങ്ങിച്ചു. വേണ്ട ഇന്ദ്രേച്ചി. വാങ്ങിച്ചു ചേച്ചി. ഇന്ദ്രേച്ചി ഒരു സന്തോഷത്തിന് തരുന്നതല്ലേ? മാലതി ഇരിക്കെ. വൈശാഖെ, ഒന്ന് വന്നേ. എനിക്ക് നിന്നോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇല്ലേച്ചി, ഞാൻ പോവാ. എന്നെ അവിടെ തിരക്കും. എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ പുലിവാലാവും. എന്നാ പിന്നെ പൊയ്ക്കോ. ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. വാടാ. എന്താ ചേച്ചി? അവളൊരു മുതലയാ. വിഴുങ്ങിക്കളയും, സൂക്ഷിക്കണം. അവര് മുതലെങ്കിലേ മുതലയെ പിടിച്ച് കടിച്ചേറി തിന്നുന്ന വരയം പുലിയാ ഞാൻ. അത് ഓർമ്മിച്ചോ? സൂക്ഷിക്കണം. അത്ര എനിക്ക് പറയാനുള്ളൂ. പോട്ടെ. മാലതി പോയോ? പോയി. എടാ, വേലക്കാരി മായമ്മയും ജയറാമനുമായിട്ടുള്ള അവിഹിത ബന്ധം നമുക്ക് ആയുധമാക്കണം.
ജയറാമിനെ ഉടനെ തന്നെ നമുക്ക് സെൻട്രൽ ജയിലിലേക്ക് അയക്കണം. എങ്ങനെ? വാ അമ്മേ. നിന്റെ പേരെന്താ? രമണൻ. നിന്റെ അളിയന്റെ പേര് മദനൻ എന്നായിരിക്കും. നിനക്ക് എന്തിന്റെ അസുഖം പറഞ്ഞേ? നടുവിലക്കം. പിന്നെ നടുവിലക്ക്. വീട്ടുകാരെ പറ്റിക്കാൻ ഓരോരോ രോഗങ്ങള്. നിനക്കൊരു രോഗവും ഇല്ല. എണീക്കലാവിടുന്ന്. ഇപ്പൊ അസുഖം മാറിയോ? അയ്യോ, എന്റെ അസുഖം മാറി. ആ, എന്നാ വേഗം പോയാട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. എണീക്കടാ. ആ, വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. പോയാട്ടെ. നന്ദിയുണ്ടേ. എന്താ വന്നത്? തിരുമേനി ഒന്ന് കാണാനാ. കണ്ടില്ലേ? എന്നാ വെക്കോ. അയ്യോ, അങ്ങനെയല്ല. അമ്മ ഒന്ന് കാണിക്കണം. ചില രോഗങ്ങളെ പറ്റി അറിയാനാ വന്നത്. എന്നാ വരിക. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ തിരുമേനിയോടൊന്ന് സംസാരിക്കട്ടെ. ശരി. നീയാണോ രോഗി? അല്ല, അമ്മയാ. എന്നാ അമ്മയെ വിളിക്കേ. അതിനു മുൻപ് എനിക്ക് തിരുമേനിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാ അവിടെ ഇരിക്കേ. വിശദമായിട്ട് പറയൂ. പ്രശ്നം ഒരൽപ്പം കോംപ്ലിക്കേറ്റഡ് ആണ്. 99% അത് ക്യാൻസർ ആവാനാ സാധ്യതയെന്നാ റിപ്പോർട്ടിൽ പറയുന്നത്. ഓരോ പ്രാവശ്യം ഈ ഗുളിക കഴിക്കുമ്പോഴാണ് എനിക്ക് വോമിറ്റിങ്ങും വല്ലായികയൊക്കെ വരുന്നത്. ഇന്നലെ രാത്രി മോള് തന്നെ ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഛർദിലുമില്ല, മറ്റൊരു അസുഖവും ഇല്ല. ആ ഗുളികയോ അതിന്റെ പ്രിസ്ക്രിപ്ഷനോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കുക. ഒന്നാമത് ഞാൻ ഈ അലോപ്പതിക്കാരുമായിട്ട് ഉടക്കാം. അടുത്ത ഉടക്കിനുള്ള വെടിമുഴക്കായത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു മരുന്ന് കൊടുക്കും. അവർക്ക് വയറ്റിൽ ക്യാൻസർ ആണെങ്കിൽ അതിപ്പോ അറിയാം, ഛർദിക്കും. വിളിക്കട്ടെ അമ്മേ? വിളിക്കൂ. ദാ. അമ്മേ, അകത്തേക്ക് വരാൻ പറഞ്ഞു. വരിക വരിക, ഇരിക്കുക. എന്താ പേര്? നന്ദിനി. അസല് പേര്. ഇവള് മകളാ? അതെ. പെണ്ണായിട്ട് ഒന്നേ ഉള്ളോ? ഒന്നേ ഉള്ളൂ. മതിയല്ലോ, നഞ്ചെന്തിനാ നന്നാഴി. ഞാനൊരു ഫലിതം പറഞ്ഞതാ. ഇവള് പിടിക്കുക, കേമത്തി. എനിക്കും ഈ സൈസ് ഒരു പേരക്കുട്ടിയുണ്ട്, നിലാചന്ദന. മണികണ്ട, എടാ ഏപ്യ. എന്താ തിരുമേനി? സഹചരാതി ഒരു ഔൺസ്. ആ, കൊണ്ടുവരാം. ഇത് ഒറ്റ വലിക്കം കൊണ്ട് കുടിക്കുക. നിനക്ക് ഈശ്വരവിശ്വാസം ഉണ്ടോ? ധാരാളം. എന്നാൽ ഈശ്വരനെ ധ്യാനിച്ചോളൂ, കുടിക്കേ.
കൊണ്ടുവച്ചോളൂ. വല്ലതും തോന്നിയോ? കയ്പ്. നല്ല സംഗതികൾ പലതും കഴിക്കും. വേറെ വല്ലതും തോന്നുന്നോ? ഇല്ല. ആ കഷായം ഉള്ളിച്ചെന്നപ്പോ വയറ്റിലൊരു എരിപൊരു സഞ്ചാരം? ഇല്ല. ഒരു പരിഭ്രമം എന്ന് വെച്ച സംഭ്രമം? ഇല്ല. വിയർക്കുന്നുണ്ടോ? ഇല്ല. ഛർദ്ദിക്കണമെന്ന തോന്നൽ വരുന്നുണ്ടോ? ഇല്ല തിരുമേനി. ഈശ്വരോ രക്ഷതു, ഭഗവാൻ കടാക്ഷിച്ചു. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കേട്ടോ. ഇനി പുറത്തേക്കിരിക്കുക. ഉവ്വ്. ആ റിപ്പോർട്ടുകളൊക്കെ ഏതോ വഷളന്മാരുടെ വികല ഭാവനകളാ. നിന്റെ അമ്മയ്ക്ക് ഒരു ക്യാൻസറും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു രോഗവും ഇല്ല. ആര്യക്കര ചെറിയ നാരായണൻ മൂസ് പറയുന്നത് മുഴുവൻ വിശ്വാസമായില്ലെങ്കിൽ 1-2 ഹോസ്പിറ്റലിൽ കൂടി പോയി പരിശോധിച്ചോളൂ. നന്ദി തിരുമേനി. ഈശ്വരോ രക്ഷതു. അമ്മേ, എന്താ എന്താ മോളെ ഇത്? സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടോ? അതെ, എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇനി ഒന്നും മനസ്സിലാക്കാനില്ല. വാ പോവാം. നിക്ക്. എന്താ മോളെ ഇത്? നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വാ, വന്ന് കാറി കയറുവാ. കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോയാ മതി. കാര്യമൊക്കെ പിന്നെ പറയാം. അത് പോരാ, എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ അതൊക്കെ എന്നോട് മറച്ചു വെക്കുന്നതാ. നീ പറയ, സത്യം എന്താന്ന് അമ്മയോട് പറയ. അമ്മേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ എല്ലാരും അമ്മയുടെ രോഗം കാരണം കരയുമായിരുന്നു. അതായിരിക്കും അല്ലേ അമ്മയും അച്ഛനും ചേട്ടനും ഒക്കെ ഇത്രയേറെ വിഷമിച്ചത്. അതെ, എനിക്ക് പലവട്ടം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതാ. എല്ലാവരും കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തമ്മേ. ആ പ്രാർത്ഥനകള് ദൈവം കേട്ടു. അമ്മ കാറി കയറ്. വാ അമ്മേ, വാ. അമ്മേ, അമ്മ വിഷമിക്കാതിരിക്കെ. പിന്നെ നമുക്ക് ഈ വഴി ചില സ്കാനിംഗ് സെന്ററുകളിൽ ഒന്ന് പോണം. വൈദ്യര് പറഞ്ഞ കാര്യം സ്കാൻ ചെയ്തൊന്ന് ഉറപ്പുവരുത്തണം. ഇതിന്റെ പിന്നിലെ കള്ളക്കളി കണ്ടെത്തിയേ പറ്റൂ. ഇതിന്റെ പിന്നിൽ അവള് തന്നെ ആയിരിക്കും, ആ മൈഥിലി. ചേട്ടാ, നമുക്ക് പോകുന്ന വഴിക്കേ സ്കാനിംഗ് സെന്ററിൽ ഒന്ന് കയറണം. അതിന്റെ ഫ്രണ്ടിൽ ഒന്ന് നിർത്തണേ. ഓക്കെ മാഡം. അമ്മയുടെ കാര്യം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമായിരുന്നു. ശരി മാഡം. എന്റെ മീനാക്ഷി, ആരാണ് ഏത് സ്കാനിംഗ് സെന്ററിൽ നിന്നാണ് ഈ പഴയ റിപ്പോർട്ട് കിട്ടിയത്? അവരുടെ പേരിൽ കേസ് കൊടുക്കണം. ഈ റിപ്പോർട്ടുകൾ പ്രകാരം നന്ദിനി ദേവിക്ക് ക്യാൻസർ ഇല്ല. താങ്ക് യു മീര, താങ്ക് യു സോ മച്ച്. എന്റെ അമ്മയ്ക്ക് രോഗമില്ലെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ മീരയ്ക്ക് റിപ്പോർട്ട് അയച്ചു തന്നത്. എന്നാ ശരി, വെക്കട്ടെ. ശരി മീനാക്ഷി. ഹലോ ഡോക്ടർ. ഒരു രോഗമില്ലാത്ത ഒരാളെ ക്യാൻസർ പേഷ്യൻ്റ് ആക്കി മാറ്റിയ ആ ഹോസ്പിറ്റലിനെതിരെ കേസ് കൊടുക്കുകയാണ് വേണ്ടത്. നന്ദിനി ദേവിക്ക് ക്യാൻസർ ഒന്നുമില്ല. ഈ 2 റിപ്പോർട്ടുകളും ഞാൻ പരിശോധിച്ചതാ.
താങ്ക് യു ഡോക്ടർ, താങ്ക് യു. താങ്ക് യു. ആ, നീ എല്ലാവരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ആർക്ക് ഫോൺ ചെയ്യായിരുന്നു? ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത പരിചയക്കാരായ 2 ഡോക്ടേഴ്സിനോട് സംസാരിക്കായിരുന്നു. ഞാനത് പറഞ്ഞപ്പോഴേ ഇവിടെ ചിലർ ഞെട്ടി. എന്താ? ഒന്നുമില്ല. നീ കാര്യം പറ മീനാക്ഷി കൊച്ചേ. കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാരും കുറെ കരയുകയും കുറെ വിഷമിക്കുകയും ചെയ്തു. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന തെറ്റിദ്ധാരണയിൽ. എന്നാ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല. ഈശ്വര, ഞാൻ എന്റെ അമ്മയെ ചിലയിടത്ത് കൊണ്ടുപോയി വീണ്ടും ടെസ്റ്റുകൾ നടത്തി. 1 അല്ല 2 സ്ഥലത്ത്. ദാ റിപ്പോർട്ടുകൾ. എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ഇല്ല. എവിടെ നോക്കട്ടെ. എന്റെ പൊന്നു മോളെ, ഇതറിഞ്ഞത് മുതൽ ഈ അമ്മ ഉറങ്ങിയിട്ടില്ല മോളെ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അമ്മ, എനിക്ക് ക്യാൻസർ രോഗമായിരുന്നു എന്ന വിവരം ഞാൻ അറിയുന്നത് മീനാക്ഷി പറഞ്ഞപ്പോഴാ. അപ്പോ ദേവമ്മയുടെ രോഗത്തിന് പിന്നിലും എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് അല്ലേ? ഉറപ്പല്ലേ? അത് ടെസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയവന് പറ്റിയ അബദ്ധമൊന്നും അല്ല, ആരോ ചെയ്യിപ്പിച്ചതാ. എന്റെ അമ്മയെ രോഗിയാക്കിയിട്ട് ഇവിടെ ആർക്കൊക്കെയോ എന്തൊക്കെയോ നേടാനുണ്ടായിരുന്നു. ദൈവം നമ്മളെ കൈവിടില്ല മോളെ. നന്ദിനിയിടത്തെ ക്യാൻസർ രോഗിയാക്കിയതിന്റെ പിന്നിൽ ഇനി ഇവളാണോ ഈ മൈഥിലി? റിപ്പോർട്ട് നിനക്ക് വായിക്കണ്ടേ? നീയും കൂടെ വായിക്കേ. അതിപ്പോ ദേവമ്മയ്ക്ക് രോഗമില്ലെന്ന് ഇവിടെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാനെന്ത് വായിക്കാനാ? ഇങ്ങനെ ഇല്ലാത്ത കഥ ചമച്ച് ആരാ നമ്മളെ ചതിച്ചത്? ഇതിന്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചനയുണ്ടെങ്കിലും അത് നമ്മളെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ വീട്ടിൽ നന്ദിനിയോട് ഏറ്റവും കൂടുതൽ പകയുള്ളത് മാലതിക്ക. ഇവക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോന്ന് അന്വേഷിക്കണം. ദേ അമ്മേ, ആവശ്യമില്ല എന്നെ പഴിക്കരുതേ. നന്ദിനി അടുത്തേക്ക് രോഗം ഉണ്ടെന്ന് അറിയുന്നതന്നെ ഇപ്പോഴാ. ഓ, ഇതിന്റെ പിന്നിൽ ഉറപ്പായും ഒരു ഗൂഢാലോചനയുണ്ട്. അതുണ്ടായത് ഈ വീട്ടിൽ നിന്ന്. ഇനി ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മളെ ചതിക്കുന്നവരാരായാലും അവരെ വെറുതെ വിട്ടുകൂടാ. ഇത് വ്യക്തമായ പ്ലാനിങ്ങോടെ വളരെ കണക്കുകൂട്ടി ഈ വീട്ടിനകത്ത് നിന്ന് തന്നെ തയ്യാറാക്കുന്ന തിരക്കഥയാണ്. വെറുതെ സംശയത്തിന്റെ പേരിൽ ഒന്നും പറയരുത്. അതാരാണെന്ന് തെളിച്ച് പറയണം. ഇതിന്റെ പിന്നിൽ ആ വൈശാഖിന്റെ കൈകളും ഉണ്ട്. വൈശാഖിന്റെ കൈകളുണ്ടെങ്കിൽ മാലതിയോ മൈഥിലിയോ അറിയാതെ ഈ ചതി നടക്കില്ല. ദേ നന്ദിനിയെടുത്തി, നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. അത് വെറുതെ ഇല്ലാതാക്കരുതേ. ശരിയാ, വൈശാഖുമായിട്ട് ഞാൻ ഒളിച്ചോടിയത് സത്യം തന്നെയാ. പക്ഷെ അവനുമായിട്ട് എനിക്കിപ്പോ യാതൊരു ബന്ധവുമില്ല. വെറുതെ എന്നെ കുരിശുമേ കേട്ടല്ലേ? നീ പറയുന്നതേ കല്ല് വെച്ച നുണകളാ. വൈശാഖുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇവളെ ഡിവോഴ്സ് പെറ്റീഷന്റെ കാര്യവും പറഞ്ഞ് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ഇവളെ എങ്ങനെ വെറുതെ വിട്ടുകൂടാ? പല പ്രാവശ്യം ഇത്തരം ചതിയും വഞ്ചനയും ഇവിളിൽ നിന്നുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഇവരോട് ക്ഷമിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത്. കാർത്തിയേട്ടന് വ്യക്തമായ തെളിവുകൾ കിട്ടണം, അല്ലാതെ ആരെയും ഒന്നും ചെയ്യില്ല. ഒരു വഴക്കും കൂടാതെ
ഇവളിൽ നിന്ന് എന്നേക്കുമായി എനിക്ക് പിരിയണം. അതിന് ഞാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലേ രാജലക്ഷ്മിക്ക് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. എന്റെ മകളെ ക്യാൻസർ പേഷ്യന്റ് ആക്കാൻ ശ്രമിച്ചത് ഇവളാണെങ്കിൽ ഇവളെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല. വൈരാഗ്യം ഉണ്ടെന്ന് കരുതി ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങൾക്കും കാരണക്കാരി ഞാനാണെന്ന് പറയരുത്. അയ്യോ, നിന്റെ ഫോണിങ് തന്നെ. ഫോണിങ് തരാൻ. എന്തിനാ എന്റെ ഫോൺ നിനക്ക്? ഇപ്പൊ ഞാൻ ഫോൺ ചോദിച്ചത് എന്തിനാണെന്ന് നിനക്ക് അറിയില്ലേ? ഫോൺ ഒരാളുടെ സ്വകാര്യതയാ, അതൊന്നും തരാൻ പറ്റത്തില്ല. ഫോൺ അങ്ങോട്ട് കൊടുക്കടി. ഇങ്ങോട്ട്